Hello friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കസ്റ്റർഡ് ഷർബത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. നോമ്പ് തുറയ്ക്ക് പറ്റിയൊരു നല്ലൊരു ഡ്രിങ്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു ജെല്ലി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പാക്കറ്റ് ജെല്ലി മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ട്രോബെറി ഫ്ലേവറിലുള്ളൊരു ജെല്ലി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ തന്നെ ഞാൻ ഓറഞ്ച് ഫ്ലേവറിലുള്ള ജെല്ലി മിക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കസ്റ്റർഡ് മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 1/3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇനി നമുക്കിത് തിളച്ച് വന്നിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഉടനെ തന്നെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, ഒരുപാട് കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൗരി വേവിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/3 കപ്പ് ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ വെള്ള നിറത്തിലാണ് അതുള്ളത്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ അതിനെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് വേവിച്ചെടുത്ത വെള്ളം നമ്മൾ കളഞ്ഞെടുത്തിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് വെക്കണം. അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ജെല്ലി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ച് കസ്കസ് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കസ്കസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ജെല്ലി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കസകസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.